മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് അതുപോലെ കാർഗോ ഇവയൊക്കെ കൈകാര്യം ചെയ്യാൻ കരാറെടുത്ത ടർക്കിഷ് കമ്പനിയായ സെലബിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് വന്നിരിക്കുന്നു. തുർക്കി പ്രസിഡന്റ് എർദോഗൻ്റെ മകൾ സുമയ്യ ആണ് സെലബിയുടെ അർദ്ധ മുതലാളി. ഇവരുടെ ഭർത്താവാണ് പാകിസ്ഥാന് ഡ്രോണുകൾ കൈമാറുന്ന കമ്പനിയുടെ ഉടമ. രാജ്യത്തെ 9 വിമാനത്താവളങ്ങളിലെ കാർഗോ ടെർമിനലുകളുടെ ഉടമസ്ഥതയിലും സുമയ്യയുടെ ഭർത്താവിന് പങ്കാളിത്തമുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഭാരതത്തിലെ പ്രമുഖ വിമാനത്താവളങ്ങളുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങും കാർഗോയും കൈകാര്യം ചെയ്യുന്നത് സെലബിയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ സെലബിക്കെതിരായ വികാരം രാജ്യത്ത് ശക്തമാണ്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഐസൺ, കഴിഞ്ഞ ദിവസം ജനൻ ടി വിയാണ് ഈ സെലബിയെക്കുറിച്ച് പൊതുസമൂഹത്തോട് വിളിച്ച് പറയുന്നത്. മാത്രമല്ല, രാത്രി വിശദമായ ഡിബേറ്റ് നടത്തുകയും ചെയ്തു. ഇപ്പോഴിതാ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരുന്നു. ഈ സെലബി എന്ന സ്ഥാപനം, സെലബിയാണ് ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങും അതുപോലെ കാർഗോയും കൈകാര്യം ചെയ്യുന്നത്. സെലബി എന്ന സ്ഥാപനത്തിൻ്റെ അർദ്ധ മുതലാളി സുമയ്യ തുർക്കി പ്രസിഡന്റ് എർദോഗൻ്റെ മകളാണ് എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇവരുടെ ഭർത്താവാണ് പാകിസ്ഥാന് ഡ്രോണുകൾ കൈമാറിയ കമ്പനിയുടെ ഉടമ. ആ ഡ്രോണുകൾ വെച്ചാണ് ഭാരതത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടത്. ഐസൺ, മറ്റ് വിശദാംശങ്ങൾ. തീർച്ചയായും അനിൽ നമ്പ്യാർ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അത്തരത്തിലുള്ളതാണ്. അതായത് ഈ വിമാനത്തിൻ്റെ സേവനം, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സംവിധാനങ്ങളൊക്കെ നടത്തുന്ന സെലബി എന്ന കമ്പനിയുടെ ഒരു മേജർ ഷെയർ ഉള്ളത് തായിബ് എർഡോഗൻ്റെ, അതായത് ടർക്കിഷ് പ്രസിഡൻറ്റിൻ്റെ മകളുടെ പേരിലാണ്. അദ്ദേഹത്തിൻ്റെ അവരെ വിവാഹം ചെയ്തിരിക്കുന്ന സെലക് ബക്തിയാർ എന്ന ബൈരക്താർ എന്ന് പറയുന്ന വ്യക്തി ഈ ഡ്രോണുകൾ നിർമ്മിച്ച്, അതായത് പാകിസ്ഥാൻ പട്ടാളത്തിന് ഡ്രോണുകൾ നിർമ്മിച്ച് നൽകി. അതിനുശേഷം ഡ്രോണുകൾ കുറെ കൂടി കാര്യക്ഷമമായി പ്രവർത്തനക്ഷമമാക്കുന്നത് പാകിസ്ഥാൻ പട്ടാളമാണ്. ആ പാകിസ്ഥാൻ പട്ടാളത്തിന് അനുബന്ധ ഘടകങ്ങളും ഡ്രോണുകളും നിർമ്മിച്ച് നൽകുന്ന സ്ഥാപനം, അതായത് ഭാരതത്തിനെതിരെ ഉപയോഗിക്കുകയും ഭാരതത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഡ്രോണുകൾ നിർമ്മിക്കുന്ന കമ്പനിയുടെ ഉടമസ്ഥൻ തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ, ഈ സെലിബിയുടെയും ഹോൾഡിംഗ് കമ്പനിയുടെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട്ണർ എന്ന ഒരു സാഹചര്യമാണ്. അത് തായിബ് എർഡോഗൻ്റെ മകളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. അതായത് ടർക്കിഷ് പ്രസിഡൻറ്റിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണിത്, അല്ലെങ്കിൽ അയാളുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള, അദ്ദേഹത്തിൻ്റെ മകളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് എന്നാണ് ഇപ്പോൾ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നത്. തീർച്ചയായും ഇത് വലിയൊരു സങ്കീർണതയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതായത് ഈ രീതിയിലുള്ള, അതായത് ഒരേ ഉടമസ്ഥരുടെ കീഴിലുള്ള അല്ലെങ്കിൽ ഒരേ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കീഴിലുള്ള 2 സ്ഥാപനങ്ങളിലെ വിവരങ്ങൾ കൃത്യമായും ഒരു ചാനൽ വഴി അല്ലെങ്കിൽ ഒരു സംവിധാനം വഴി അവരുടെ കയ്യിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് ഏത് രീതിയിലാണ് ദുരുപയോഗം ചെയ്യപ്പെടുക എന്നത് സംബന്ധിച്ച് അതീവ ഗുരുതരമായൊരു സംശയം നിലനിൽക്കുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കൃത്യമായും ഡ്രോണുകൾ നിർമ്മിക്കുന്ന കമ്പനിയും അതുപോലെ തന്നെ സെലബിയും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഹോൾഡിംഗ് കമ്പനികളിൽ കൃത്യമായ പാർട്ട്ണർഷിപ്പ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഷെയറുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമോ എന്തെങ്കിലും ഓഹരി ഭാഗമോ ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും സംശയിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇത് പരസ്പരം ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ എല്ലാം തന്നെ പുറത്തു വന്നിരുന്ന ചില വിവരങ്ങളുണ്ട്. അതിലേറ്റവും സുപ്രധാനമായ വിവരം ഈ എയർപോർട്ടുകളിലെ കാർഗോ ഹാൻഡ്ലിംഗ് പ്രദേശങ്ങളെ സംബന്ധിച്ചാണ്. ഈ കാർഗോ ഹാൻഡ്ലിങ്ങുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള VIP കാർഗോ ആണ് വരുന്നതെങ്കിൽ ആ VIP കാർഗോ സംബന്ധിച്ചെല്ലാം തന്നെ ഈ കാർഗോ ഹാൻഡ്ലിംഗ് വിഭാഗത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പല രീതിയിലുള്ള കാർഗോ ഹാൻഡ്ലിംഗ് ഉപകരണങ്ങളുണ്ടാകും, അതിന് സ്കിൽഡായ ജീവനക്കാരുണ്ടാകും. അത്തരത്തിലുള്ള സകല സംവിധാനങ്ങളും അതിൻ്റെ അന്താരാഷ്ട്ര തലത്തിൽ അതിന് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസിറ്റുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തുന്ന, ലോജിസ്റ്റിക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ഒരു കൺസോളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലുള്ള VIP ടെർമിനൽ, VIPയുടെ മൂവ്മെൻറ്റുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ VIP കാർഗോ ഉൾപ്പെടെ കൃത്യമായി നിരീക്ഷിക്കുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ഈ സെലബി എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. അടിയന്തര സ്വഭാവത്തോടെ ഈ കാർഗോ സ്ഥാപനങ്ങളിൽ നിന്നും ഈ കമ്പനിയുടെ പ്രവർത്തനം മാറ്റണം എന്നതിൻ്റെ ആവശ്യം കൂടുതൽ ശാക്തീകരിക്കപ്പെടുന്നു. അത് മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈയുടെ പ്രത്യേക വിമാനം ഉണ്ടല്ലോ, ആ പ്രത്യേക വിമാനം, അതുപോലെ ഇലക്ട്രോണിക് ആൻഡ് സിഗ്നൽസ് ഇൻ്റലിജൻസ് എയർക്രാഫ്റ്റുകൾ, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്, അതായത് VIP ടെക്നിക്കൽ മിലിറ്ററി ഏരിയ പോലും കൈകാര്യം ചെയ്യുന്നത് ഈ സെലബി കാർഗോ ആണ് എന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന വസ്തുത. മറ്റൊരു കാര്യം, ഈ ടർക്കിഷ് എയർലൈൻസ് പൈലറ്റുകളുണ്ടല്ലോ, ആ പൈലറ്റുകൾ
ടർക്കിഷ് എയർഫോഴ്സിൽ നിന്ന് വിരമിച്ച പൈലറ്റുമാരാണ് അവരാണ്. അപ്പോൾ നോക്കൂ, ഈ സെലബിയുടെ സാന്നിധ്യം, നമ്മുടെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലുള്ള സെലബിയുടെ സാന്നിധ്യം മാത്രമല്ല ഈ ടർക്കിഷ് എയർലൈൻസ്, ഇതൊക്കെ ഒരുമിച്ച് നമ്മുടെ വിമാനത്താവളങ്ങളിൽ അതിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. അത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയായിട്ട് നിലനിൽക്കുകയല്ലേ. അടിയന്തരമായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇക്കാര്യത്തിൽ ഒരു നടപടി എടുക്കേണ്ടതല്ലേ. കാരണം ഇതിനകം തന്നെ അതാണ് കഴിഞ്ഞ ദിവസം ഡിബേറ്റിലും പങ്കെടുത്ത ആളുകളും ഉന്നയിച്ച് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ സെലബിയുടെ കഴിഞ്ഞ 10-12 വർഷത്തെ 12 എനിക്ക് തോന്നുന്നു 2008 തോന്നുന്നു ഈ സെലബി ഇവിടെ ഓപ്പറേഷൻ തുടങ്ങിയത്. ഇത്രയും വർഷത്തെ 10-17 വർഷത്തെ ഇവരുടെ ഓപ്പറേഷൻ അത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. സെലബി എങ്ങനെ ഇവിടെ ഭാരതത്തിൽ എത്തി, എങ്ങനെയാണ് അവർക്ക് ഇത്രയും പെട്ടെന്നൊരു വളർച്ച ഉണ്ടായത്, എങ്ങനെയാണ് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളുടെ ഒക്കെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങും അതുപോലെ കാർഗോയും കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് സെലബിയുടെ കൈകളിൽ എത്തിയത്, ആരാണ് സെലബിയുടെ പിറകിൽ പ്രവർത്തിക്കുന്നത്, സെലബിക്ക് രാജ്യത്തിനകത്ത് നിന്ന് കിട്ടുന്ന വർദ്ധിച്ച പിന്തുണ അത് ആരുടെ ഭാഗത്തു നിന്നാണ്, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കേണ്ടതല്ലേ. അടിയന്തരമായി ഇവരുടെ ഓപ്പറേഷൻ നിർത്തുക, ഇവരുമായിട്ടുള്ള കരാർ അവസാനിപ്പിക്കുക. ഇവിടെ നമ്മുടെ എയർ ഇന്ത്യക്ക് തന്നെ സംവിധാനം ഉണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു കാർഗോ കൈകാര്യം ചെയ്യാൻ, അതുപോലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അത് ദുർബലമാക്കിക്കൊണ്ടാണ് സെലബി ഈ മേഖലയിലോട്ട് കടന്നു വന്നത്. അതുകൊണ്ട് അതിലൊരു പുനഃപരിശോധന ആവശ്യമല്ലേ ഐസൻ? തീർച്ചയായും അനിൽ നമ്പ്യാർ, ഇത് രാജ്യദ്രോഹപരമായ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ഒരു ഇടപെടൽ നടത്തുന്ന സ്ഥാപനം എന്ന രീതിയിൽ പരിശോധിക്കുമ്പോഴാണ് ഈ സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട് അല്ലെങ്കിൽ കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട് എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. നമുക്ക് ലഭ്യമായ വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ടെക്നിക്കൽ ഏരിയയിലും അതുപോലെ തന്നെ VIP ഏരിയ, അതുപോലെ മിലിറ്ററിയുടെ വളരെ നിർണായകമായ ഏരിയകളിലെല്ലാം തന്നെ ഈ സെലബിയുടെ സാങ്കേതിക വൈദഗ്ധ്യം, അത് ഒരു പക്ഷേ ക്രെയിനുകളാകാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന വലിയ ട്രക്കുകളുടെ എന്തെങ്കിലും ഭാഗങ്ങളോ ടഗ്ഗുകളോ ഒക്കെ ആകാം, അതായത് വലിച്ചു കൊണ്ടുപോകുന്നതിനൊക്കെയുള്ള സംവിധാനങ്ങൾ, അത് പ്രത്യേക പൊസിഷനിലേക്ക് മാറ്റുന്നതിന് എയർപോർട്ടിനകത്ത് പ്രവർത്തിക്കുന്ന ചെറു യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള ചെറിയ വാഹനങ്ങളൊക്കെ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം കൂടിയാണ് ഈ കാർഗോ എന്ന് പറയുന്നത്. ഇത്തരം സംവിധാനങ്ങളെ കൂടി പ്രയോജനപ്പെടുത്തിയാണ് VIP കാർഗോ മൂവ്മെൻറ്റുകളൊക്കെ നടക്കുന്നത്. സ്വാഭാവികമായും ഒരു VIP കാർഗോ മൂവ്മെൻറ്റിൽ വരുന്ന ആ ചരക്കിൻ്റെ അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസിൻ്റെ ഭാരം, അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം തന്നെ അതീവ സ്വകാര്യ സ്വഭാവമുള്ള വിവരങ്ങളാണ്. അത്തരത്തിലുള്ള വിവരങ്ങൾ കൃത്യമായും ശത്രുക്കളുടെ പക്ഷത്ത് എത്തിക്കഴിഞ്ഞാൽ അത് നിരീക്ഷണ വിധേയമാക്കുന്നതിന് ഒരു ഡാറ്റയായി അത് പ്രയോജനപ്പെടുത്താനാകും. അത് പല വിവരങ്ങളും, ഒരു കാർഗോയുടെ സൈസ് ആയിരിക്കാം, അതിൻ്റെ ഭാരമായിരിക്കാം, അതുപോലെ തന്നെ ആ കാർഗോയുടെ സ്വഭാവം സംബന്ധിച്ച ചില അടിസ്ഥാന ഡാറ്റകളെല്ലാം തന്നെ കാർഗോ ഹാൻഡ്ലേഴ്സിന് നൽകേണ്ടതുണ്ട്. അത് ക്രെയിൻ ഉപയോഗിക്കുമ്പോൾ ഏത് രീതിയിൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് ചില വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കുമ്പോൾ ഇതെല്ലാം തന്നെ തെറ്റായ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ കൃത്യമായി ദുരുപയോഗം ചെയ്യാൻ സാധിക്കുമെന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലകളിൽ നിന്നും, പ്രത്യേകിച്ച് കാർഗോ മേഖലകളിൽ നിന്നും ഇവരെ കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും മാറ്റണം എന്നൊരു നിലപാട് മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തെ പ്രധാനപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്ത പലരും പറഞ്ഞത് ഇത്തരത്തിലുള്ള പല സൂചനകളും തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ ഇത്തരത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് പോയതോ, അല്ലെങ്കിൽ അത് ദുരുപയോഗം ചെയ്യപ്പെട്ടതോ, അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സുകളിൽ അത് പുറത്തുപോയി എന്ന വിവരങ്ങൾ എയർപോർട്ടിൽ തന്നെ ലഭ്യമായതോ, അത്തരത്തിലുള്ള നിരവധിയായ കാര്യങ്ങളിൽ നിന്നാകാം ഇത്തരത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ, ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇത്തരം വിവരങ്ങൾ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ അത് ചോർത്തുന്നു. മാത്രമല്ല ഡാറ്റ ചോർത്താൻ സാധിക്കുന്നു. മാത്രമല്ല ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെ പല VIPകളുടെയും അവരുടെ ഈ മൂവ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ്, അവരുടെ ഫ്ലൈറ്റിൻ്റെ സഞ്ചാര ദിശ എങ്ങനെയാണ്, ഇതെല്ലാം കൃത്യമായിട്ട് ഈ സ്ഥാപനത്തിന് ചോർത്തി നൽകാവുന്നതല്ലേ? തീർച്ചയായും പല വിവരങ്ങളും, ഫ്ലൈറ്റിൻ്റെ സഞ്ചാരദിശ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചോർത്താനുള്ളത് കുറേ കൂടി സങ്കീർണമാണ്. എങ്കിൽ കൂടി അത് അസാധ്യമെന്ന് പറയുക നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ല. എങ്കിൽ കൂടി അതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അത് മറ്റു രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ കൂടി ഒരു വിമാനത്തിൻ്റെ യാത്രാപഥത്തിലൊന്നും കാര്യമായി ഇവർക്ക് ഇടപെടാനുള്ള സാധ്യതയില്ല. എങ്കിൽ കൂടി ആ വിമാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, നിരവധിയായ വിവരങ്ങൾ എത്താൻ സാധ്യതകളുണ്ട്. അത്തരത്തിൽ വിവരങ്ങൾ എത്തുമ്പോൾ സ്വാഭാവികമായും അതിലെന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, ഏതൊക്കെ രീതിയിലുള്ള പ്രതിരോധങ്ങളാണ് അറേഞ്ച് ചെയ്യുന്നത്, അത്തരത്തിലുള്ള പ്രതിരോധങ്ങളെ മറികടക്കാൻ
മനസ്സിലാക്കാൻ ഏതൊക്കെ രീതിയിലുള്ള സാങ്കേതിക സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ആക്രമണത്തിനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കുന്നതിനൊക്കെ പ്രതിരോധത്തിൻ്റെ സ്വഭാവം എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ചില വിവരങ്ങളൊക്കെ ഈ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും അപഗ്രഥിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ ഈ മിലിറ്ററി ഇൻ്റലിജൻസും അതുപോലെ തന്നെയുള്ള ഇത്തരത്തിലുള്ള അതിസങ്കീർണമായ ഇൻ്റലിജൻസ് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവരങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ കൃത്യമായ ഒരു സൂചനകളിലേക്കും നിഗമനങ്ങളിലേക്കും എത്താൻ സാധിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ടർക്കിഷ് ഒറിജിനുള്ള, അതായത് ടർക്കിഷ് പ്രസിഡൻറ്റിൻ്റെ മകൾ നേരിട്ട് നടത്തുന്ന ഒരു സ്ഥാപനം, അതുപോലെ തന്നെ ഈ ടർക്കിഷ് കമ്പനി, അതായത് ഈ മകളുടെ ഭർത്താവ് നേരിട്ട് ഈ ഡ്രോണുകൾ നിർമ്മിക്കുന്നു. അത്തരത്തിലുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ ഒറ്റയടിക്ക് ചെയ്യുന്ന ഒരു വലിയ ഹോൾഡിംഗ് കമ്പനിയിൽ നിന്നും പലതരത്തിലുള്ള വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനൊരു നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഭാരതത്തിലെ ഈ 9 എയർപോർട്ടുകളും പ്രയോജനപ്പെടുത്താനുള്ളൊരു നീക്കം ഇവരുടെ ഭാഗത്തു നിന്ന്, ഈ സെലബിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കും എന്നത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. രാജ്യസുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നൊരു വിഷയം തന്നെയാണ്. പക്ഷേ ഈ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയം എന്നതിൽ കൂടുതൽ സംശയമുണ്ടാകുന്നത് ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പരിശോധനകൾ നടത്തുമ്പോഴാണ്. ആ ഉടമസ്ഥാവകാശം സംബന്ധിച്ച പരിശോധനകൾ നടത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഉടമസ്ഥയുടെ ഭർത്താവ് നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് പാകിസ്ഥാൻ ഡ്രോണുകൾ ലഭ്യമാക്കിയത്, അല്ലെങ്കിൽ പാകിസ്ഥാന് ഡ്രോണുകൾ ലഭിച്ചത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. പല രീതിയിൽ ദുരുപയോഗം ചെയ്യാനും ആ ഡ്രോണുകളുടെ തന്നെ സാങ്കേതിക വിദ്യ കൃത്യമാക്കുന്നതിനും വേണ്ടി ഇത്തരം വിവരങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് അതിസങ്കീർണമായ ടെക്നിക്കൽ വിവരങ്ങളായതുകൊണ്ട് കൃത്യമായി അത് ഏത് രീതിയിൽ ദുരുപയോഗം ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ സാധാരണഗതിയിൽ സാധ്യമാകില്ല എങ്കിൽ കൂടി അതുമായി ബന്ധപ്പെട്ട വൈദഗ്ധ്യമുള്ളവരുടെ കൈവശം എത്തുമ്പോൾ അത് കൃത്യമായി ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ വെല്ലുവിളി തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തരത്തിലും തർക്കമില്ല. രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കൈകാര്യം ചെയ്യാൻ കരാറെടുത്ത ടർക്കിഷ് കമ്പനിയായ സെലബിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. തുർക്കി പ്രസിഡന്റ് എർദോഗൻ്റെ മകൾ സുമയ്യാണ് സെലബിയുടെ അർദ്ധ മുതലാളി. ഇവരുടെ ഭർത്താവാണ് പാകിസ്ഥാന് ഡ്രോണുകൾ കൈമാറുന്ന കമ്പനിയുടെ ഉടമ. രാജ്യത്തെ 9 വിമാനത്താവളങ്ങളിലെ കാർഗോ ടെർമിനലുകളുടെ ഉടമസ്ഥതയിലും സുമയ്യയുടെ ഭർത്താവിന് പങ്കാളിത്തമുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഭാരതത്തിലെ പ്രമുഖ വിമാനത്താവളങ്ങളുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങും കാർഗോയും കൈകാര്യം ചെയ്യുന്നത് സെലബിയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ സെലബിക്കെതിരായ വികാരം രാജ്യത്ത് ശക്തമാണ്. ജനൻ TV-യാണ് ഇന്നലെ ഈ വിവരം പൊതുസമൂഹത്തെ, ലോകത്തെ അറിയിച്ചത്. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.